ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയണേ. അങ്ങനെ അവർ രണ്ടാളും കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കടയിൽ കയറണ്ട, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, അപ്പോൾ അച്ഛൻ പൈസ മേടിക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വേറെ കടയിലേക്ക് പോകാമെന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പൈസ മേടിച്ചോളാം, നീ അതാലോചിച്ച് വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, എനിക്ക് അച്ഛന് വിശ്വാസമില്ല, നമുക്ക് വേറെ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതും ബാലചന്ദ്രൻ സ്റ്റാൻലിയെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ വേറൊരു ടെക്സ്റ്റൈൽസിലാണ് ഉള്ളത്, അപ്പോൾ അങ്ങോട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്റ്റാൻലിക്ക്. അങ്ങനെ ഇവർ ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ വന്നിട്ട് സ്റ്റാൻലി വരുന്നുണ്ട്. സ്റ്റാൻലി വന്നിട്ട് അലീനയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, നോക്കിയിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പിന്നെ അലീനയുടെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കഴിഞ്ഞോ, ഓരോരോ ഓർഫനേജിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ തരുന്ന പൈസയെല്ലാം ചിലവാക്കി കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്കൊക്കെ. സ്റ്റാൻലി ആണെങ്കിൽ അലീന പോകുന്ന ഓരോ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ കണ്ണെടുക്കാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട്. അങ്ങനെ ബാലചന്ദ്രനും അലീനയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ബബിതയുടെ അടുത്ത് റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ പോയിട്ട് ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, ഇത് മേടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, കടമേട്ടിൽ പോലെയല്ലേ ഓരോന്ന് മേടിച്ച് തരുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു വാച്ചൊക്കെ എടുത്തിട്ട് അവളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ബബിതയ്ക്ക് ഒരുപാട് സങ്കടമൊക്കെ വരുന്നുണ്ട്, കണ്ണൊക്കെ കലങ്ങിയിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.